ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് നമ്മുടെ വണ്ടിയെക്കുറിച്ചുള്ള. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് 2 ആഴ്ചത്തോളമായി. വണ്ടി എടുത്ത ടൈമിൽ എങ്ങനെ കിട്ടിയോ അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും വണ്ടി കൊണ്ട് നടക്കുന്നത്. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള കുറച്ച് അക്സസറീസ് നിങ്ങളെ കാണിച്ചു തരാനായിട്ടാണ്. അക്സസറീസ് ഞാൻ ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടില്ല. നിലവിൽ ഈ വീഡിയോയിലാണ് ഞാനത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഓലയുടെ S1X Gen 3 4 kW എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. ഈ വണ്ടി മേടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അക്സസറീസും നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓലയുടെ സ്റ്റോറിൽ നിന്ന് തന്നെ മേടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഓലയുടെ ആപ്പ് ത്രൂവും നമുക്ക് ഓലയുടെ അക്സസറീസ് മേടിക്കാൻ പറ്റും. ഓലയുടെ ആപ്പിൽ കാണിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് അല്ല നമ്മൾ സൈറ്റിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3 പ്രൈസിലാണ് ഞാനിപ്പോൾ ആ 3 അക്സസറീസും മേടിച്ചിരിക്കുന്നത്. ഞാൻ മേടിച്ചിരിക്കുന്നത് 3 ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് ആ 3 അക്സസറീസ് നിലവിൽ നിന്ന് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാം. ആൾറെഡി പൊട്ടിച്ചായിരുന്നു കൊറിയർ വന്നപ്പോൾ തന്നെ. ഇത് 3 ഞാൻ മെയിനായിട്ട് ഈ വണ്ടിക്ക് മേടിച്ചിട്ടുള്ള അക്സസറീസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വന്നിട്ട് ഫ്ലോർ മാറ്റാണ്. കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിന് നിലവിൽ ഫ്ലോർ മാറ്റോ കാര്യങ്ങളോ ഒന്നും ഒട്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നനഞ്ഞ കാലയെ കൊണ്ട് കയറുമ്പോഴത്തേന് തന്നെ ഇതേ ഇവിടെ ഇപ്പോൾ തന്നെ കണ്ടോ ഈ ചെളി പറ്റി അതിൻ്റെ ഒരു പാട്. കറുത്ത വണ്ടി കൂടെ ആയിട്ട് കുറേ നല്ലോണം നമുക്ക് ഈ വണ്ടിക്കകത്ത് തെളിഞ്ഞ് കാണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫ്ലോർ മാറ്റ് മേടിച്ചിടാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാകുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. കുറേ നാൾ ഇന്നലെയൊക്കെ മഴയത്ത് പോയിട്ട് കുറച്ച് നല്ലോണം അഴുക്ക് പറ്റി ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതങ്ങ് ഒട്ടിക്കാം. S1 Air എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് സ്യൂട്ടാവും എന്തോ. ഓക്കെ ഗൈസ്, പേടിച്ചു പോയി ഗൈസ്. ഇത് കറക്റ്റ് ഫിറ്റ് തന്നെ ആയിരിക്കും. കാരണം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഫോർ S1 Air എന്നാണ്. പക്ഷേ എന്തായാലും 2 സെയിം സൈസ് ഉണ്ട്. അതിനൊരു മാറ്റം ചേഞ്ചും വന്നിട്ടില്ല. എന്തായാലും കറക്റ്റ് ആ ഹോള് വരെ കറക്റ്റ് ഫിറ്റായിട്ടിരിപ്പുണ്ട്. അതായിട്ട് ഞാൻ മേടിച്ച മെയിനായിട്ടുള്ള അക്സസറി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് വന്നിട്ട് മെയിനായിട്ട് യൂസ് ആവുന്നത് നമ്മളുടെ ഈ ചാർജിങ് ക്യാപ്പ് ഉണ്ടല്ലോ, അത് തുറക്കുമ്പോൾ തന്നെ വേണം നോക്കും. ഇവിടെ തന്നെ ഈ പൊടി ഡസ്റ്റ് നല്ല രീതിയിൽ പറ്റി പിടിച്ചിരിക്കുന്നതുണ്ടോ. ഈ വണ്ടിയിൽ ഈ പെട്ടെന്ന് പൊടി കയറുന്നതുകൊണ്ട് ഈ ക്യാപ്പിന് ഈ ഒരു സ്പോഞ്ച് കൊണ്ട് ഒരിക്കലും ഇത് നല്ലോണം പ്രൊട്ടക്റ്റഡ് ആകത്തില്ല. അപ്പോഴത്തേക്ക് ഈ ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാപ്പ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഡസ്റ്റൊക്കെ നല്ല രീതിക്ക് അകത്തോട്ട് കയറാതിരിക്കാനും. മഴ പെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരു വട്ടം മാത്രമേ ഉള്ളൂ മഴയത്ത് ഓടിച്ചിട്ടുള്ളത് ഈ വണ്ടി. മഴയത്ത് ഓടിച്ചപ്പോൾ തന്നെ ഇതിനകത്തേക്ക് ചെറുതായിട്ട് ഈ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലൊരു ക്യാപ്പ് ഇതിനകത്ത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ വെള്ളമോ അഴുക്കോ ഒന്നും അകത്തോട്ട് കയറി ഇതിൻ്റെ ഈ സോക്കറ്റ് കംപ്ലൈൻ്റ് ആകത്തില്ല. അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പൊടി കയറിയാൽ തന്നെ ഈ സോക്കറ്റ് കംപ്ലൈൻ്റ് ആയി പോകാനും വണ്ടി ചാർജ് ആകാതിരിക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഇതുകൂടെ ഒന്ന് ഫിക്സ് ചെയ്യാം. ഇതിന് ഫിറ്റ് ചെയ്തിട്ട് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് ഈ സ്ക്രൂ ഇതിനകത്തോട്ട് അവിടെ തന്നെ ഹോൾ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഹോളിനകത്തോട്ട് കയറ്റി വയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് തമ്പ് വെച്ചൊന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ തന്നെ ഇത് ലോക്ക് ആയിക്കോളും. പിന്നെ നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാപ്പ് വരിക, ചാർജർ കണക്ട് ചെയ്യുക. ആ യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് ഈ ക്യാപ്പ് വെച്ച് ഇതങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ഈ ക്യാപ്പ് ഇരിക്കുന്നതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഒരു പാടുമില്ല. ഇത് സിമ്പിൾ. പിന്നെ അതേപോലെ തന്നെ പിന്നെ അടുത്തായിട്ട് മേടിച്ചിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ്. ഇതിന് ആക്സസറീസാണ്. പൊട്ടിയെന്തോ. യെസ്, ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറാണ്. ഇതിൻ്റെ ഫസ്റ്റ് മേടിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിനകത്തിരുന്ന നമ്മുടെ സ്റ്റിക്കർ റിമൂവ് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി ആ ഒരു കവറിങ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. ഈ സ്ക്രീന് ഒരുപാട് വെയിലടിച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടി ഈ സ്ക്രീനിലെല്ലാം ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊരു ആക്സസറീസും ആവശ്യമാണ്. അങ്ങനെ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ. ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് വെച്ചാൽ ഇത് സ്ക്രീൻ, ഇത് എൻ്റെ എങ്ങനെ ഒട്ടിക്കുന്നതെന്നുള്ള പേപ്പറൊക്കെ. ഇതൊക്കെ ജസ്റ്റ് ടെമ്പേർഡ് ഒട്ടിക്കുന്ന പോലെയുള്ളൂ. ആ ടെമ്പേർഡ് മൊബൈൽ കവറിനെ ടെമ്പേർഡ് ഒട്ടിച്ച് പരിചയമുള്ളതുകൊണ്ട് ഇതങ്ങ് ഒട്ടിക്കാമെന്ന് തോന്നുന്നു സിമ്പിളായിട്ട്.
നിലവിൽ ഒന്ന് രണ്ട് ബൗൾസ് ഇപ്പോഴും അതിനകത്ത് വിസിബിളായിട്ട് ഇരിപ്പുണ്ട്. അത് നല്ല രീതിക്ക് ഇത് വെച്ച് പ്രസ് ചെയ്ത് തള്ളി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഡസ്റ്റ് അതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ആ ബബിൾ രണ്ടെന്നാണ് ഇപ്പോഴും അതിനകത്ത് വിസിബിളായിട്ട് ഇരിക്കുന്നത്. കൈവച്ച് നല്ലോണം പ്രസ് ചെയ്ത് കളഞ്ഞാൽ തന്നെ ആ ഒരു ബബിൾ റിമായി പൊക്കും. ഇത് മൂന്നുമാണ് ഗൈസ് ഞാൻ മെയിനായിട്ട് നമ്മൾ വണ്ടിക്ക് വേണ്ടി മേടിച്ചിട്ടുള്ള ആക്സസറീസ്. ഇതല്ലാതെ ഞാൻ വീണ്ടും ഒരു 2 ആക്സസറീസ് കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ 3 ഐറ്റംസിൻ്റെ റേറ്റ് കൂടെ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി തരാം. മെയിനായിട്ട് ഈ സ്ക്രീൻ ഗാർഡ് വന്നിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് 160 രൂപയ്ക്കാണ് ഈ സ്ക്രീൻ പ്രൊട്ടക്ടർ മേടിച്ചിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ള ഈ ഒരു ഫ്ലോർ മാറ്റിന് എനിക്കായിട്ടുള്ളത് 270 രൂപയാണ് ആമസോണിലായിട്ടുള്ളത്. പിന്നെ ഈ വന്നിട്ടുള്ള ഈ ചാർജർ പ്രൊട്ടക്ടറിന് ചാർജറിൻ്റെ ക്യാപ്പിന് എൻ്റെ ആമസോണിൽ നിന്ന് ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ 159 രൂപ. അങ്ങനെ ടോട്ടൽ ഒരു 590 രൂപയ്ക്കാണ് ഈ 3 അക്സസറീസും എനിക്ക് ഓൺലൈനിൽ നിന്ന് ആയിട്ടുള്ള കോസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ 2 അക്സസറീസ് കൂടെ ഞാൻ ഇതിനകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ലേഡീസ് ഫുഡ് റെസ്റ്റും പിന്നെ ഒരു ക്രാഷ് കാർഡ്. പിന്നെ ഞാൻ പല വീഡിയോസിലും ഈ വണ്ടിയുടെ ലുക്ക് ക്രാഷ് കാർഡ് വെച്ചിട്ടുള്ള വണ്ടിയുടെ ലുക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഓർഡർ ക്യാൻസൽ കളഞ്ഞു. പക്ഷേ ഈ സാധനം ഇനിയും വരും. അത് വന്നിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ കുറച്ച് നേരം കൂടെ ഈ വണ്ടി വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. തുടർന്ന് ബാക്കി ഈ വണ്ടിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും പുതിയ വ്ളോഗ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.